ഹാത്രസ് ദുരന്തത്തിൽ ഇന്നലെ മാത്രം മരിച്ചത് 116 പേരാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം. ആശുപത്രികൾക്ക് മുൻപിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട അനേകം പാവങ്ങളുടെ ബഹളവും കരച്ചിലുമെല്ലാം കേട്ടാൽ ആരുടെയും മനസ്സ് ഒന്നുലയും. യഥാർത്ഥത്തിൽ യുപിയിലെ ഹാത്രസിൽ എന്താണ് സംഭവിച്ചത്? ഹിന്ദു മതവിശ്വാസികളുടെ സത്സംഗ് എന്ന ചടങ്ങിലാണ് ദുരന്തമുണ്ടായത്. ഈ പരിപാടി നടത്തിയത് സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ഭോലെ ബാബ എന്ന് വിശ്വാസികൾ വിളിക്കുന്ന നാരായൺ സാക്കർ ഹരി എന്നയാൾ. ഇറ്റ ജില്ലയിലെ ബഹാദൂർ ഗ്രാമവാസിയാണെന്നും മുൻ IB ഉദ്യോഗസ്ഥനാണ് ഇയാളെന്നുമാണ് ഒരു വിവരം. എന്നാൽ 26 വർഷം മുമ്പ് ആ ജോലി ഉപേക്ഷിച്ച് ഇദ്ദേഹം മതപ്രഭാഷണത്തിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞുവെന്നും പോലീസ് പറയുന്നു. അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഭോലെ ബാബയുടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടത്രേ. ഈ പരിപാടികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഭക്ഷണ വിതരണവും ഉണ്ടാകാറുണ്ട്. സത്സംഗ് സമാപന ചടങ്ങിൻ്റെ അവസാനത്തിലാണ് 100 കണക്കിന് ആളുകൾ മരണപ്പെട്ട ഈ അപകടം നടന്നത്. പ്രാർത്ഥനാ പരിപാടിക്ക് ശേഷം ആളുകൾ മടങ്ങാനൊരുങ്ങുമ്പോൾ ഭോലെ ബാബയുടെ വാഹനം കടന്നു പോകാൻ വേണ്ടി ആളുകളെ തടഞ്ഞെന്നും തുടർന്നുണ്ടായ തിരക്കാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലവും ആളുകൾ മരിക്കുന്നുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വേണ്ടത്ര ഓക്സിജൻ സിലിണ്ടറുകളും ഡോക്ടർമാരും ആംബുലൻസുകളും ഒന്നുമില്ലാത്തത് മൂലം ആളുകൾ മരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഹാത്രസിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. നൂറോളം പേരുടെ ജീവനെടുത്ത ഈ അപകടത്തിന് ശേഷം ആൾദൈവമായ ഭോലെ ബാബ നേരെ ഒളിവിൽ പോയി. ആശ്രമത്തിൽ വരെ പോലീസ് അരിച്ചുപൊറുക്കിയെങ്കിലും ബാബയെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. മതചടങ്ങുകൾക്കിടയിലെ ഇത്തരം ദുരന്തങ്ങൾ രാജ്യത്ത് ആദ്യമായല്ല. 106 തീർത്ഥാടകർ മരിച്ച കേരളത്തിലെ തന്നെ പുല്ലുമേട് ദുരന്തം പോലെ അനവധി ദുരന്തങ്ങൾ രാജ്യമെമ്പാടും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 2022 പുതുവർഷ ദിനത്തിൽ കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് 12 പേർ മരിച്ചിരുന്നു. 2013 മധ്യപ്രദേശിലെ രത്നഗർ ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 115 പേരാണ് മരിച്ചത്. അതേ വർഷം തന്നെ കുംഭമേളയിലുണ്ടായ തിരക്കിൽ 36 മരണം. 2005 രാജ്യം ഞെട്ടിയ ഏറ്റവും വലിയൊരു ദുരന്തമുണ്ടായത്. മഹാരാഷ്ട്രയിലെ മന്ദാർ ദേവി ക്ഷേത്രത്തിലുണ്ടായ അനിയന്ത്രിതമായ തിരക്കിൽ 340 തീർത്ഥാടകരാണ് അന്ന് മരിച്ചത്. 2008 രാജസ്ഥാനിലെ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ 250 പേരും അതേ വർഷം ഹിമാചലിലെ നൈനാ ദേവി ക്ഷേത്രത്തിൽ 162 പേരും മരിച്ചു. അങ്ങനെ നിരവധി സംഭവങ്ങൾ. ഹത്രാസ് ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ തന്നെയാണ് സാധ്യത. മേൽപ്പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി മരണങ്ങൾ അധികൃതർ തന്നെ സ്ഥിരീകരിക്കാനുമുണ്ട്. അങ്ങനെയെങ്കിൽ മന്ദാർ ദേവി നൈനാദേവി അപകടങ്ങൾക്കെല്ലാം ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും ഹത്രാസ് എന്ന് ഉറപ്പാണ്.